അപ്പോൾ അതാ ഞാൻ ആങ്കർ ത്രെഡ് എടുത്തിട്ടുണ്ട്, സിസർ, പിന്നെ ക്രോഷ്യ നീഡിൽ, പിന്നെ കുറച്ച് നീളമുള്ള നീഡിലായിട്ട് എടുത്തേക്കുന്നത് പേൾസ് കോർക്കാനായിട്ട്. പിന്നെ പേൾസിൽ തന്നെ ഒരു 2 സൈസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ആങ്കർ ത്രെഡ് കട്ട് ചെയ്യരുത് കേട്ടോ, നമുക്ക് ഫുൾ ലെങ്ത്ത് വേണം. അപ്പോൾ മറ്റേ ആ ടേപ്പ് പോലെ ചുറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് അയച്ചിട്ട് ഒരു എൻഡിൽ പേൾസ് ആദ്യം കോർക്കുമ്പോൾ ഇങ്ങനെ മിക്സായിട്ട് കോർക്കാൻ നോക്കുക. ഒരേ സൈസ് തന്നെ കോർക്കാണ്ട് ഇങ്ങനെ മിക്സായിട്ട്, ഇപ്പോൾ 2 വലുത് പിന്നെ ഒരു ചെറുത് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഓക്കെ, എന്നിട്ട് ഇത് ഇങ്ങനെ അഴിച്ചിട്ട് ഇതിൻ്റെ മറ്റേ എൻഡ് ഉണ്ടാവുമല്ലോ, ആ എൻഡും നമ്മൾ പേൾസ് കോർത്ത എൻഡും കൂടെ ഒരു 2-3 വട്ടം കെട്ടാം. സാധാരണ നോട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആങ്കർ ത്രെഡ് കട്ട് ചെയ്തിട്ടില്ലേ, അത് മെയിനായിട്ട് ഒന്ന് ഓർത്ത് വെക്കണം. നമുക്ക് ഫുൾ ലെങ്ത്തിൻ്റെ ആവശ്യമുണ്ട്. കട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ എപ്പോഴും എടുക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ എടുക്കണം. കാരണം ക്രോഷ്യയിൽ നമുക്ക് എത്ര ഈ ത്രെഡ് വേണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനെപ്പോഴും അങ്ങനെയാണ്, കുറച്ച് എക്സ്ട്രാ എപ്പോഴും എടുക്കും. ഓക്കെ, ഇപ്പം ഇനി ചെയ്ത് തുടങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നോട്ട് ഇട്ടതിൻ്റെ ലെഫ്റ്റ് സൈഡിലത്തെ ത്രെഡിലാണ് നമ്മുടെ പേൾസ് ഇരിക്കുന്നത്. റൈറ്റ് സൈഡിലെ ത്രെഡിൽ പേൾസ് ഒന്നുമില്ല, പ്ലെയിൻ ത്രെഡാണ്. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, താഴേന്ന് മേലേക്ക് വെച്ചിട്ട് കയ്യിൽ പിടിക്കുക. ഇപ്പം നമ്മുടെ നീഡിൽ 2 ത്രെഡ് ഉണ്ട്, എന്നിട്ട് അതിൽ കൂടെ ഇട്ട് വലിക്കുക. കാണുമ്പോൾ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. താഴേന്ന് മേലേക്ക് വയ്ക്കുക, താഴത്ത് പിടിക്കുക, കോർക്കുക, വലിക്കുക. ഉണ്ടോ? ലെഫ്റ്റ് സൈഡിലത്തെ എപ്പോഴും ഒന്ന് റൗണ്ട് ചെയ്ത് ഇങ്ങനെ പിടിക്കുക, കൊളുത്തുക, വലിക്കുക, വലിക്കുക. എപ്പോഴും ലെഫ്റ്റ് സൈഡിലുള്ളവനെ കൂടെ തന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവൻ പിണങ്ങും. ഓക്കെ, നമുക്കിനി പേൾസ് ആഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ പേൾ നീക്കിയിട്ട് നീഡിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക, ഒന്ന് മേലേക്ക് ചുറ്റിയത് ഇപ്പുറത്തെ കൈ കൊണ്ടും കൂടി ഒന്ന് മുറുക്കി പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് വിട്ടുപോകും. പിന്നെ കൊളുത്തുക, വലിക്കുക, താഴേന്ന് മേലേക്ക് വയ്ക്കുക, പിടിക്കുക, കൊളുത്തുക, വലിക്കുക. അത് സിമ്പിൾ പരിപാടിയാണ്. കുറച്ച് ചെയ്ത് വരുമ്പോൾ ഈസി ആവും കേട്ടോ. അതേപോലെ തന്നെ പിടിക്കാനും എങ്ങനെ പിടിക്കണ്ടേന്ന് നമ്മൾ എന്ത് കാര്യം ചെയ്യായാലും ആദ്യം നമ്മളിതിപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്നിങ്ങനെ തോന്നും. പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചെയ്ത് അത് സെറ്റാകുമ്പോൾ ഓക്കെ സിമ്പിളാണല്ലോ, ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കില്ലേ. അത്രേ ഉള്ളൂ പരിപാടി. ഇതിപ്പോൾ ഞാൻ ആങ്കർ ത്രെഡാണ് എടുത്തേക്കുന്നത്, കാരണം നമ്മുടെ പേൾസിന് ഓൾറെഡി കുറച്ച് സൈസ് ഉണ്ട്. പിന്നെ വൂളൻ ത്രെഡ് വെച്ച് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ പിന്നെയും എനിക്ക് കട്ടി കൂടുമോ എന്ന് തോന്നും. പിന്നെ മാലയാകുമ്പോൾ ഒരുപാട് കട്ടിയായാലും ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് തോന്നൽ. അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് ചെയ്തത്. അപ്പോൾ ഇതാ നമുക്ക് സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. പേൾസ് കൊണ്ടുവന്നിട്ടുണ്ട്, മേലേന്ന് താഴേക്ക് കൊണ്ടുവരിക, പിന്നെ കൊളുത്ത, വലിക്കുക. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് 1 കൗണ്ട് ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ നോട്ട്, പിന്നെ ഇത് 2, പിന്നെ 3. നമുക്ക് എത്രയാണോ ഒരു പേളിൽ നിന്ന് മറ്റേ പേളിലേക്ക് എത്ര നീളത്തിൽ വേണോ അത്രയും നമുക്ക് ചെയ്തെടുക്കാം. അത് 3, ഇനി 4, 5. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരെണ്ണം കൂടിയും ചെയ്യാം. 6 ചെയ്ത്, ഇപ്പം ഞാൻ ചിലതിൽ 7 ചെയ്തിട്ടുണ്ട്, ചിലതിൽ 5 ചെയ്തിട്ടുണ്ട്, ചിലതിൽ 6 ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടം കേട്ടോ, പേൾസിൻ്റെ ലെങ്ത്ത് കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ നമ്മുടെ ഇഷ്ടം. ഇനി സെയിം പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
അപ്പോൾ ഇതാ ഇനി ഒരു 4 പേളും കൂടെ ബാക്കിയുള്ളൂ. ഇപ്പോൾ ചെയ്ത് വരുമ്പോൾ നമ്മൾ എന്താ നോക്കിയ ആങ്കർ ത്രെഡ് കട്ട് ചെയ്തിട്ടുണ്ടായില്ലല്ലോ, അപ്പോൾ അതാ ഇങ്ങനെ ഒരു ഷേപ്പിൽ വരിക അവസാനം. ഈ അവസാനത്തെ 4 കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇതാ നേരേക്ക് വയ്ക്കുക. കയ്യിലൊന്ന് അവിടെ നമ്മുടെ ചൂണ്ടുവിരലുണ്ടല്ലോ, ഒന്ന് ചുറ്റി കയ്യിൽ വെച്ചാൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അതും ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോ. ഫുൾ ബീഡ് ഇതേപോലെ ചെയ്യുന്നത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല, കാരണം അതും കൂടെ ആഡ് ചെയ്താൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ചുരുക്കിയിട്ടാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഒരു 4-5 അടുപ്പിച്ച് ഞാൻ ചെയ്യുന്ന സ്പീഡിലാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അത് അവസാനത്ത് ചെയ്തിട്ടുണ്ട്. ഇതാ ഇനിയപ്പോൾ ആങ്കർ ത്രെഡിൽ ഇത്ര ഭാഗമാണ് കേട്ടോ ബാക്കി വന്നത്, കണ്ടോ? ഇതാ ഇത്രയാണ് ബാക്കി വന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എവിടെയാണോ നമ്മൾ ലാസ്റ്റ് ക്രോഷ്യ ചെയ്തത് അവിടെ വെച്ചിട്ട് നമുക്ക് നോർമൽ ഒരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഇതാ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതാ ഇപ്പം ഇത്രയും നീളത്തിലാണ് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത്രയും നീളം ഞാൻ കറക്റ്റ് 3ആയിട്ട് മടക്കിയിട്ട് ഇത് കണ്ടോ. എന്നിട്ട് ഈ കോർണറിലും അപ്പുറത്തെ അറ്റത്തും കൂടെ നമ്മൾ ഒരു കെട്ടിട്ട് കൊടുക്കണം, അതൊന്നും അവിടെ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആങ്കർ ത്രെഡിൽ മറ്റേ വലിയ നീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കോർത്തിട്ട് 2-3 കെട്ടിട്ട് കൊടുക്കാം. അതേപോലെ നമുക്ക് അപ്പുറത്തെ സൈഡിലും കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് 2 കെട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കിലോട്ട് കുറച്ച് നീളത്തിൽ വള്ളി ഇടണമല്ലോ, എന്നാലേ നമുക്ക് പല ലെങ്ത്തിലും ഈ മാല ഇടാൻ പറ്റാം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്.
ഓക്കെ. അപ്പോൾ ഇതാ കുറച്ച് അത്യാവശ്യം നീളത്തിലെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എൻഡ് ഇപ്പോൾ ഇതാ 3 ലെയറായിട്ടല്ലേ ഉള്ളത്. അതിൻ്റെ ഏതെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് രണ്ടും ഈക്വലായിട്ട് പിടിക്കണം കേട്ടോ. രണ്ടും ഈക്വലായിട്ട് പിടിച്ചിട്ട് ഇതുപോലെ വലിച്ച് ടൈറ്റാക്കുക. എന്നിട്ട് നമ്മളവിടെ ഓൾറെഡി ഉള്ള എക്സ്ട്രാ നൂലുകളുണ്ടല്ലോ, അതിപ്പോൾ വെട്ടണമെന്നില്ല, അത് നമുക്ക് അവസാനം നോക്കാം. കെട്ടിയങ്ങ് വലിക്കുക. ഓരോ നൂലെടുത്ത് വലിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വലിക്കുക. അപ്പോൾ എല്ലാം ഒരേപോലെ ആവും. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കെട്ടുക, വലിക്കുക. അപ്പോൾ കെട്ടലും വലിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നോക്കുക എങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ഇതൊരു ഭംഗിയില്ലല്ലോ കാണാൻ. ഇനി കുറച്ച് ഭംഗി കൂട്ടാൻ നമുക്ക് 2 സൈഡും ഒന്ന് മെടഞ്ഞ് കൊടുക്കാം. മെടഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡിൽ ഒരു കെട്ടിട്ട് കൊടുക്കുക. ഫുൾ കെട്ട് വലിയാണ്, എന്തായാലും മൊത്തം കെട്ട് വലിക്കുക. ഓക്കെ. അപ്പോൾ നമ്മളിതാ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്ക് സൈഡും കാണാൻ ഭംഗി വേണ്ടേ? ഫ്രണ്ട് മാത്രം ഭംഗിയായാൽ അതൊരു പാർഷ്വാലിറ്റി അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കിലും കൂടെ ഭംഗിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 3 സിൽവറും 3 പേളും എടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് കോർത്ത് ഇപ്പോൾ ഏതോ ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ ആയിട്ടുണ്ട് കണ്ട. ഇനി ഇതാ നല്ല കെട്ടി മുറുക്കിയിട്ട് കുഞ്ഞേ സൂചി എടുക്കുക, നൂല് കോർത്ത് അറ്റത്തൊരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ കോർത്തിട്ട് ആ ഒരു കെട്ടിൻ്റെ ഇടയിൽ കൂടി കോർക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കെട്ടിട്ട ഭാഗത്ത് അങ്ങനെ തുന്നി പിടിപ്പിക്കുക. അപ്പോൾ 2 വാലും പിന്നിൽ തൂങ്ങി കിടക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. നല്ലോണം കെട്ടി മുറുക്കി അങ്ങോട്ട് ടൈറ്റാക്കുക. എന്നിട്ട് എക്സ്ട്രാ ഒരു വാല് അവിടെ നിൽക്കുന്നുണ്ടായില്ലേ, കെട്ടിട്ട് കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്ന ഒരു വാല്, അത് അങ്ങോട്ട് വെട്ടിക്കളയാം. ആ വാലിൻ്റെ ആവശ്യം നമുക്കില്ല. അതാ ഇങ്ങനെ ഇരിക്കും ഫൈനലായിട്ട്. ഇതേപോലെ അപ്പുറത്തെ സൈഡും ചെയ്തെടുക്കാം. ഇതപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ മാല. ഇതിൻ്റെ വള്ളി കുറച്ച് നീളമുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് പല സൈസിൽ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ചോക്കറായിട്ട് സ്റ്റൈൽ ചെയ്യാം, അല്ലെങ്കിൽ ലോങ് മാലയായിട്ട് ഇടാം. സാരി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലോങ് ആയിട്ട് ഇടാം. ഇപ്പോൾ ടോപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ജീൻസിൻ്റെ ഒക്കെ കൂടെ ഇടുകയാണെങ്കിൽ നമുക്ക് ചോക്കറായിട്ട് ഇടാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ബൈ.